വേനൽക്കാലത്തും സമൃദ്ധമായി തെളിനീരൊഴുകുന്ന പുലമൻതോട്. തോടിന്റെ കരകളിൽ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി, കരകളിൽ സംരക്ഷണവേലി, ഒഴിവു സമയം ചിലവഴിക്കാൻ തീരത്ത് വിശ്രമ വിനോദ കേന്ദ്രങ്ങൾ. കൊട്ടാരക്കരയുടെ 2 പതിറ്റാണ്ടായുള്ള ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. കുട്ടിക്കാലം മുഴുവൻ ഇവിടെയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പുലംതോട്ടിൽ ഇങ്ങനെ മേള് വരെ വെള്ളം ഒഴുകുമായിരുന്നു. എന്നൊരിപ്പോൾ കാണുന്നതിനേക്കാൾ ഒരു 5 അടി പൊക്കത്തിൽ വെള്ളം ഒഴുകുമായിരുന്നു. ഇന്ന് ആ ഒഴുക്കില്ല. 2024 ഒക്ടോബർ 2 കൊട്ടാരക്കരയിൽ നടന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേളയിലാണ് പുലമൻതോട് പുനരുജ്ജീവന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. മാലിന്യമുക്തം നവകേരളം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ജനകീയ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. കൊട്ടാരക്കരയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് പുലമൻതോടിന്. ഒരു കാലത്ത് നാട്ടുകാർക്ക് കുളിക്കാനും കൃഷിക്കുമെല്ലാം ആശ്രയിച്ചിരുന്ന പുലമൻതോടിന്റെ പെരുമയ്ക്ക് മങ്ങലേൽപ്പിച്ചത് അനിയന്ത്രിതമായി തോട്ടിലേക്ക് തള്ളപ്പെട്ട മാലിന്യമാണ്. മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ് പുലമൻതോട് വീണ്ടെടുപ്പിലെ ഏറ്റവും പ്രധാന നടപടി. ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ജനകീയ യജ്ഞമായാണ് പുലമൻതോടിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. വശങ്ങളിലെ കാടുതെളിക്കലും ചെളിനീക്കലും തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേയിൽ തോട്ടിലേക്കൊഴുകുന്ന മാലിന്യത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ മലിനജല കുഴലുകളെല്ലാം ഉടൻ തന്നെ അടയ്ക്കും. മലിനജലം തോട്ടിലേക്ക് ഒഴുക്കരുതെന്ന് KSRTC ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മാലിന്യം തോട്ടിൽ തള്ളുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാനായി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യും. മലിനീകരണം തടയുന്നതോടൊപ്പം നടപ്പാത, ഇരിപ്പിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം, പരിസര സൗന്ദര്യവത്കരണം, തോടിന് മേൽ 100 മീറ്റർ നീളത്തിൽ പാർക്കുണ്ടാക്കുക തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പുലമൻതോട് എന്ന് പറയുന്ന ഈ തോടിന്റെ ശുചീകരണ പരിപാടിയാണ് ഇന്ന് കൊട്ടാരക്കര മുനിസിപ്പൽ മേഖലയിൽ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം താഴെ മൈലം പഞ്ചായത്തും അതുപോലെ കുളക്കട പഞ്ചായത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ വിപുലമായിട്ട് പൂർത്തീകരിക്കും. ഈ ടൗണിന്റെ നടുക്കൂടി പോകുന്ന ഈ പ്രധാനപ്പെട്ട ഈ പുലമൻതോടിനെ സജീവമാക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഹരിത നഗരമായിട്ട് കൊട്ടാരക്കരയും ഹരിതമണ്ഡലമാക്കി ഈ കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമമുണ്ട്. കൊട്ടാരക്കര മണ്ഡലത്തിലെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര കൊട്ടാരക്കര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലമൻതോട് വീണ്ടെടുക്കുന്നത്. പുലമൻതോടുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതീക്ഷകൾ നടപ്പാക്കുന്നതിന്റെ തുടക്കം കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ.